കലോത്സവ വേദിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ഷാഹിദ് റഹ്മാൻ ചേരുന്നുണ്ട്. ഷാഹിദ്, ഈ കലോത്സവത്തിലെ ജനപ്രിയ ഇനങ്ങളാണ് ഇന്ന് അരങ്ങിലുള്ളത്. സ്വാഭാവികമായും ഞായറാഴ്ച, മുമ്പൊക്കെ നമ്മൾ കാണാറുള്ളത് പോലെ ഞായറാഴ്ച ദിവസം ഈ കലോത്സവ പ്രേമികളുടെ, കലാപ്രേമികളുടെ തിരക്കൊക്കെ എല്ലാ വേദികളിലും കാണാറുണ്ട്. ഇന്ന് ഉച്ചവരെയുള്ള കാഴ്ചകൾ എങ്ങനെയാണ് ഷാഹിദ്? രജിത്ത, രാവിലെ അതല്ലെങ്കിൽ ഇന്നലെ ഒക്കെ വലിയ രീതിയിൽ ആളുകളുടെ ഒരു കുറവ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് രാവിലെ. എന്നാൽ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും വലിയ രീതിയിൽ ആളുകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്നും. പ്രത്യേകിച്ച് ഇന്ന് വേദി ഒന്നിൽ ഒപ്പനയോട് കൂടിയിട്ടാണ് ഇന്നത്തെ മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 3 മണിയോടുകൂടി ഈ വേദിയിൽ മോഹിനിയാട്ട മത്സരം ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായിട്ട് ലഭ്യമായിട്ടുള്ള വിവരം. അങ്ങനെയെങ്കിൽ വൈകിട്ടും കുറെ കൂടി ആളുകൾ എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും എന്താ പറയുക, കണ്ണിന് കുളിർമ കാഴ്ചയായിട്ട് നമുക്ക് ഇവിടുന്ന് പറയാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ അതായത് നമുക്കറിയാം, ഇപ്പം ഈ മോഹിനിയാട്ടമാണെങ്കിലും ഒപ്പനയാണെങ്കിലും നാടകമാണെങ്കിലും ഒക്കെ തന്നെ കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഇനങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം വേദികളിലൊക്കെ തന്നെ നല്ല രീതിയിൽ ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. കാരണം ഇത് തിരുവനന്തപുരമാണ്. അപ്പോൾ ഇവിടെ ഇന്ന് അവധി കൂടി ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നത് എന്നുള്ളതാണ്. എന്തായാലും മത്സരം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ സ്കോർ നിലയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്നുള്ളത് നമ്മൾ ഇതിനോടൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള മത്സരമാണ് നടക്കുന്നത്. നിലവിലിപ്പോൾ കണ്ണൂർ ജില്ലയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ 1ഉം 2ഉം പോയിന്റുകൾക്കാണ് ഇപ്പോഴും കടുത്ത മത്സരം നടക്കുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രം നമുക്ക് മനസ്സിലാവുക. കാരണം നാളെ മുതലായിരിക്കും ഈ മത്സരം ഒന്ന് കടുക്കുക എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. നിലവിൽ ഇപ്പോൾ ആദ്യം അല്ലെങ്കിൽ ഇന്നലെ 2 ഇനങ്ങളൊക്കെ കഴിഞ്ഞാൽ 3-4 ഇനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള റിസൾട്ടുകളാണ്. ഇനിയുള്ള ദിനങ്ങൾ അത് കൂടുതൽ റിസൾട്ടുകൾ അല്ലെങ്കിൽ മാർക്കുകൾ ലഭ്യമാകുന്ന ഇനങ്ങളാണ്. അപ്പം ആ ഇനങ്ങളിൽ ആരൊക്കെ ഏതൊക്കെ തലത്തിലായിരിക്കും മുന്നിട്ട് നിൽക്കുക എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കണ്ണൂർ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയുള്ള മണിക്കൂറുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ഒപ്പനയുടെ ഒക്കെ റിസൾട്ട് വരാനുണ്ട്. അപ്പോൾ മലബാർ മേഖലയ്ക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഇനങ്ങളാണ് ഈ ഒപ്പനയൊക്കെ. അപ്പോൾ ആ ഇനത്തിൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളതാണ് നമ്മൾ ഏവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത്. എന്തായാലും ഞാൻ നിൽക്കുന്ന ഈ വേദി വരുമ്പോൾ മത്സരത്തിന്റെ പോരാട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടും. ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ള നിലയിലാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. ഏതാണ്ട് 70-നടുത്ത് മത്സര ഇനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ജില്ലയാണ് 1ാം സ്ഥാനത്തുള്ളത്. 1 പോയിന്റ് മാത്രം കുറവിൽ കോഴിക്കോട് ജില്ല തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. കലോത്സവ വേദിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഷാഹിദ് റഹ്മാൻ.